എസ്എഫ്ഐയുടെ പ്രതിഷേധമാണ് കാണുന്നത്. കേരള യൂണിവേഴ്സിറ്റി വിസിക്കെതിരായ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടും യൂണിയൻ രൂപീകരിക്കാൻ അനുമതി നൽകാത്തുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ പോലീസ് വാഹനത്തിന് നേരെ, ജലപീരങ്കി പ്രയോഗിക്കുന്ന വാഹനത്തിന് നേരെയാണ് ഇപ്പോൾ പ്രവർത്തകർ അവരുടെ പ്രതിഷേധം കാണിക്കുന്നത്. മറ്റ് പ്രവർത്തകരുടെ വിട്ട ആളുകളെ മാറ്റുന്നു. സ്റ്റെഫിൻ വിവരങ്ങളായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ പലതവണയായി ജലപീരങ്കി പ്രയോഗം എന്നിട്ടും വിസിക്കെതിരായ ഫ്ലക്സ് അവിടെ അവർ പ്രതിഷേധക്കാർ കെട്ടിക്കഴിഞ്ഞു. എന്താണ് പോലീസിന്റെ തീരുമാനം? ഇവരെ പിരിച്ചുവിടാൻ എന്ത് ചെയ്യും? കൂടുതൽ നേതാക്കൾ ഇനി സമാധാനപരമായി പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടോ പ്രവർത്തകർ? ദിവിഷ്, ഏതായാലും പലതവണ, ഏതോ 5-6 തവണയെങ്കിലും ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷെ പ്രവർത്തകർ സ്ഥിതിയാണുള്ളത്. ഏതായാലും നിലവിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം പോലീസിന് നേരെ ഉണ്ടായിരുന്നു. പോലീസ് അവരെ ഈ പ്രധാന ബാരിക്കേഡിന് തൊട്ട് സമീപത്ത് അകത്തേക്ക് നടന്നു പോകുന്നതിന് വേണ്ടി ഒരു കവാടമുണ്ട്, അതിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടി എസ്എഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചു. അവിടെ വെച്ച് പോലീസ് തടയുമ്പോൾ വലിയ തോതിലുള്ള ഒരു വാക്കേറ്റം, ഒരു സംഘർഷാവസ്ഥ പോലീസുമായി എസ്എഫ്ഐ പ്രവർത്തകർ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പോലീസ് അവരെല്ലാം തന്നെ പുറത്താക്കി ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ പ്രധാന കവാടത്തിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും പോലീസ് ഈ കാര്യങ്ങൾ പറഞ്ഞ് അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ഒപ്പം തന്നെ ഇപ്പോഴും കൂടുതൽ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ചാടിക്കടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. അവിടെയും പോലീസിന്റെ ഒരു വലിയ സന്നാഹമുണ്ട്. അവരെല്ലാം തന്നെ ഈ അകത്ത് കടന്ന പ്രവർത്തകരെ വീണ്ടും ഈ കസ്റ്റഡിയിലെടുത്ത് പുറത്താക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് എസ്എഫ്ഐ നീങ്ങുന്നത്. കാരണം കേരള വിസിയെ കാണാനില്ല എന്നൊരു ബോർഡ് ഇന്നലെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് അകത്തേക്ക് കടന്നു പോകുന്ന വാതിലിന്റെ ആ ഭാഗത്ത് പ്രതിഷേധം തുടരുകയാണ്. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധക്കാർ പിന്തിരിയാൻ തയ്യാറാകുന്നില്ല. വിസിക്കെതിരായ പ്രതിഷേധം ശക്തമാകുന്നു. കേരള വിസിയെ കാണാനില്ല എന്ന ഫ്ലക്സ് അവിടെ ഉയർത്തിക്കെട്ടിക്കൊണ്ടാണ് പ്രതിഷേധക്കാർ അവിടെ തുടരുന്നത്.